الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. സൂറത്തുൽ അറാഫിലെ 39-ാമത്തെ സൂക്തമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقالت أولاهم لأخراهم فما كان لكم علينا من فضل فذوقوا العذاب بما كنتم تكسبون. وقالت أولاهم അവരിലെ മുൻഗാമികൾ പറയും, ലി ഉഖ്റാഹും പിൻഗാമികളോട്, ഫമാ കാന ലക്കും നിങ്ങൾക്കില്ല, അലൈന ഞങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഞങ്ങളെക്കാളും, മിൻ ഫദ്ലിൻ ഒരു ശ്രേഷ്ഠതയും, ഫദൂഖുൽ അദാബ് ആയതിനാൽ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ശിക്ഷയാസ്വദിച്ചു കൊള്ളുക. ഫദൂഖുൽ അദാബ് ബിമാ കുൻതും തക്സിബൂൻ നിങ്ങൾ നേടിയത് കൊണ്ട്, നിങ്ങൾ സമ്പാദിച്ചത് കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവർ പറയും. അതുകൊണ്ട് അർത്ഥം പറയാം. വഖാലത്ത് ഊലാഹും അവരിലെ മുൻഗാമികൾ, ആദ്യം ചെന്നവർ പറയും. അവ്വല് എന്നുള്ളതിനുണ്ടായതാണ് ഊല. ലി ഉഖ്റാഹും അവരിലെ പിന്നീട് വന്നവരോട്, പിൻഗാമികളോട്, ഫമാ കാന ലക്കും അലൈന മിൻ ഫളിൻ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ ഒരു ശ്രേഷ്ഠതയുമില്ല. ഫദൂഖുൽ അദാബ് അപ്പോൾ നിങ്ങൾ ശിക്ഷയാസ്വദിച്ചു കൊള്ളുക. ബിമാ കുൻതും തക്സിബൂൻ നിങ്ങളുടെ കയ്യിരിപ്പ് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിങ്ങൾ നേടിയിട്ടുള്ളത് കൊണ്ട്. നരകത്തിലാണ് ഈ തർക്കം, നല്ല കാര്യത്തിലൊന്നുമല്ല. നരകത്തിൽ അകപ്പെട്ടിട്ട് ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള വിഷയത്തിൽ തർക്കിക്കുക. രണ്ടു കൂട്ടരും തീയിൽ കടന്ന് എരിപൊരി കൊള്ളുകയാണ്, കരിയുകയാണ്. അപ്പോൾ പിന്നാലെ വന്നവർ മുന്നേ നരകത്തിലെത്തിയവരോട് പറയും, നിങ്ങളെ പണിയാണത്, നിങ്ങളെ കണ്ടിട്ടാണ് ഞങ്ങളും ഇങ്ങനെ ജീവിച്ചത്, നിങ്ങളെ മാതൃകയാക്കി ഞങ്ങൾ ജീവിച്ചു, അതുകൊണ്ട് ഞങ്ങളും പഴച്ചു, അതുകൊണ്ട് അള്ളാഹ് ഇവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം, ഞങ്ങൾ പോലും പയച്ചു, ഞങ്ങളെ പയപ്പിക്കുകയും ചെയ്തു, അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നൽകണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുമ്പോൾ അതിന് മറുപടി എന്നോണം നരകത്തിൽ ആദ്യം ചെന്ന് ചേർന്നവർ പറയുകയാണ്, പിന്നാലെ വന്നവരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പിന്നാലെ വന്നവരോട്. വഖാലത്ത് ഊലാഹും ലി ഉഖ്റാഹും എന്താ പറയണത്? ഫമാ കാന ലക്കും അലൈന നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ വലിയ ശ്രേഷ്ഠതയൊന്നുമല്ല. ആരെപ്പം നിങ്ങളോട് ഞങ്ങളെ പിൻപറ്റാൻ പറഞ്ഞു? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഞങ്ങളെ പിൻപറ്റിയത്? ഞങ്ങളെ പിൻപറ്റാൻ എന്തിന് നിങ്ങൾ തയ്യാറായി? നിങ്ങൾ ചിന്തിച്ച് പഠിച്ച് യഥാർത്ഥ പാതയിൽ ജീവിച്ചാൽ പോരായിരുന്നോ? ഞങ്ങൾ നിങ്ങളെ വിളിച്ചു എന്നുള്ളത് ശരി, ഞങ്ങൾ നിങ്ങളെ പ്രേരിപ്പിച്ചു എന്നുള്ളത് ശരി, എന്നാലും നിങ്ങൾ ഞങ്ങളെ പിൻപറ്റേണ്ടതുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അറിവുണ്ട്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിയായ പാത സ്വീകരിക്കാമായിരുന്നില്ലേ എന്ന് പറയും. എന്നിട്ട് പൂർവിക മുൻഗാമികൾ ഒഴിഞ്ഞു മാറും. ഒന്നാമത്തെ സംഗതി അതാണ്. അപ്പോൾ നമ്മൾ ആരെയാണ് പിൻപറ്റുന്നത്, എന്തുകൊണ്ട് എന്ന് ചിന്തിച്ച് അത് ശരിയാണോ, അതെന്നെ സ്വർഗത്തിലേക്ക് നയിക്കുമോ നരകത്തിലേക്കാണോ കൊണ്ടുപോവുക എന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ്. അല്ലാതെ മറ്റൊരു കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഈ പിൻഗാമികൾ എന്ന് പറയുന്നവർ അവർക്ക് പിന്നിലുള്ളവരെ വഴി തെറ്റിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടിട്ട് പിന്നാലെ വന്നവരുണ്ടല്ലോ. അതാണ് മാ കാന അലൈക്കും മിൻ ഫള് അലൈനാ മിൻ ഫമാ കാന ലക്കും അലൈനാ മിൻ ഫള് നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഒന്നും
പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല. ഞങ്ങൾ പിൻപറ്റിയതിന് നിങ്ങൾ പിൻപറ്റേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിയായ പാതയിൽ ജീവിക്കാമായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ മാതൃകയാക്കിക്കൊണ്ട് നിങ്ങളുടെ പിൻഗാമികളും തെറ്റായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നരകത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഞങ്ങളെക്കാൾ വലിയ ശ്രേഷ്ഠത, ഞങ്ങളെക്കാൾ വലിയ അവകാശപ്പെടാനൊന്നുമില്ല എന്ന് മുൻഗാമികൾ ഇവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ ഫമാ കാന ലക്കും അലൈനാ മിൻ ഫളലിൻ, ഞങ്ങളെക്കാൾ ഒരു ശ്രേഷ്ഠതയും നിങ്ങൾക്കില്ല. ഞങ്ങൾ ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിയിലേക്ക് എത്തിയില്ല. അതേമാതിരി നിങ്ങൾക്ക് കിട്ടിയ ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളും ശരിയിലേക്ക് എത്തിയില്ല. അതുമാത്രമല്ല, നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ പിൻഗാമികൾ ജീവിച്ചതിൻ്റെ പരിണതി അവരും അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമ്മളും നിങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ പ്രത്യേകിച്ച് ഫളല് ശ്രേഷ്ഠതയൊന്നുമില്ല എന്ന് നരകത്തിൽ വെച്ച് പോലും പരസ്പരം കലഹിക്കുന്ന തർക്കിക്കുന്ന ദയനീയമായൊരു പരിണതിയാണ് സംഭവിക്കാനിരിക്കുന്നത്. ഫദൂഖുൽ അദാബ്, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ ആസ്വദിക്കുക. റാക്കയതൂക്കു പറഞ്ഞാൽ അനുഭവിക്കുക, ആസ്വദിക്കുക എന്നൊക്കെ. ശിക്ഷ നിങ്ങളും ആസ്വദിച്ചു കൊണ്ടുപോയി. ബിമാ കുന്തും തക്സിബൂൻ, കസബ എന്നുള്ള വാക്യം നമ്മൾ പലവട്ടം പഠിച്ചതാണ്. സമ്പാദിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. കസ്ബ് എന്നാൽ സാധാരണ ഭൗതിക ലോകത്തിലെ സാമ്പത്തിക സമ്പാദ്യത്തിനും പറയുക കസ്ബ് എന്ന്. ഇവിടെ പരലോകത്തേക്ക് നരകം ലഭിക്കുന്നതിന് ആവശ്യമായ തിന്മകളുടെ സമ്പാദ്യം, അതാണ് ഇവിടുത്തെ കസ്ബ്. ബിമാ കുന്തും തക്സിബൂൻ, നിങ്ങൾ തിന്മ സമ്പാദിച്ചു കൂട്ടിയത് കൊണ്ട്. അപ്പോൾ നമ്മൾ നരകത്തിലകപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ നേതാവ് അങ്ങനെയായിരുന്നു, എൻ്റെ സമുദായം ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ്, എൻ്റെ സംഘടനക്കാർ പഠിപ്പിച്ചു തന്നതാണ്, എൻ്റെ കുടുംബക്കാരിങ്ങനെയായിരുന്നു, എൻ്റെ നാട്ടുകാരിങ്ങനെയായിരുന്നു. ഒരു കാരണവും പറയാൻ പറ്റില്ല. അവനവൻ്റെ സ്വർഗ നരകങ്ങൾ അവനവൻ്റെ കർമ്മഫലമാണ്. ആയതുകൊണ്ട് നമ്മൾ ഏതൊരു വിഷയത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും ആരെ പിൻപറ്റുമ്പോഴും നമ്മൾ പല പ്രാവശ്യം ആലോചിക്കണം, ഇത് സ്വർഗത്തിൻ്റെ വഴിയോ നരകത്തിൻ്റെ വഴിയോ എന്നുള്ള കാര്യം. ആയതിനാണ് നമുക്ക് ബുദ്ധിയും വിവേകവും അല്ലാഹു തആല തന്നിരിക്കുന്നതെന്ന് ചുരുക്കം. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ കാര്യം വ്യക്തം മനസ്സിലായല്ലോ നമുക്ക്. വഖാലത്ത് ഊലാഹും, അവ്വൽ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമായിട്ടാണ് ഊല എന്ന് ഉപയോഗിക്കുക. ഖാലത്ത് എന്ന സംഘത്തെ സംബന്ധിച്ച് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഖാലത്ത് ഊലാഹും, അവരിലെ മുൻഗാമികൾ ആദ്യം ചെന്നവർ പറഞ്ഞു. ലി ഉഖറാഹും, പിന്നാലെ വന്നവരോട് അല്ലെങ്കിൽ പിൻഗാമികളോട്. ഫമാ കാന ലക്കും അലൈന മിൻ ഫളലിൻ, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠതയൊന്നുമില്ല. അതിന് കാരണമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, പിൻപറ്റേണ്ടതുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് സ്വീകരിക്കാമായിരുന്നു. രണ്ട്, നിങ്ങളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങളുടെ പിൻഗാമികളും ഉണ്ടാവും, നിങ്ങളൊക്കെ തുല്യരാണ്. ഫമാ കാന അലൈക്കും മിൻ ഫളലിൻ, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ശ്രേഷ്ഠതയൊന്നുമില്ല. ഫദൂഖുൽ അദാബ്, ആയതിനാൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക, ശിക്ഷ ആസ്വദിക്കുക. ബിമാ കുന്തും തക്സിബൂൻ, നിങ്ങൾ സമ്പാദിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നരകമുക്തി ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ജീവിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിലേക്കാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൻ്റെ മാർഗം സ്വീകരിക്കാൻ അതിനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.